إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود صدق الله العلي العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായും ജീവിത ഇടപാടുകളെ മുഴുവനായും മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, പ്രപഞ്ചനാഥനായ പടച്ച റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈദാഘോഷത്തിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി ഈദ്ഗാഹിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. അനുഗ്രഹീത റമദാനിൽ ധാരാളമായി അമലുകൾ അനുഷ്ഠിച്ചതിൻ്റെ ആത്മവിശ്വാസത്തോടും ആത്മനിർവൃതിയോടും കൂടിയാണ് ഇന്ന് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാനുള്ള അർഹത നേടിയെടുത്തിട്ടുള്ളത്. പടച്ച റബ്ബ് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും ശ്രേഷ്ഠമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് പെരുന്നാൾ ആഘോഷങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിജയാഘോഷങ്ങളാണ് എന്ന് നമുക്കറിയാം. ഈദുൽ ഫിത്തർ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് യൗമുൽ ഫിത്തറിലാണ്. യൗമുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിച്ചുള്ള ദിവസം എന്നാണ്. നമ്മുടെയൊക്കെ ശാരീരികമായ മോഹങ്ങളുടെ മേൽ, നമ്മുടെ ചപലമായ ജഡികേച്ഛകളുടെ മേൽ നാം നേടിയെടുക്കുന്ന വിജയമാണ് റമദാനിന്റെ വിജയം എന്ന് പറയുന്നത്. ആ ഉജ്ജ്വലമായ വിജയത്തിന്റെ ആഘോഷമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തർ. എന്നാൽ അതേസമയം പൈശാചിക ശക്തികൾക്ക് മേൽ വിശ്വാസികൾ നേടുന്ന വിജയമാണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ആ ഹജ്ജിലെ സുപ്രധാനമായൊരു കർമ്മമുണ്ട്, അത് ജംറകളിലെ കല്ലേറാണ്. തനിക്കകത്തും പുറത്തുമുള്ള തന്നെ പടച്ചവനുള്ള സമർപ്പണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന സകല പൈശാചിക ശക്തികളെയും പരാജയപ്പെടുത്താനുള്ള പരിശ്രമമാണ്, അതിന്റെ പ്രതീകമാണ് ജംറകളിലെ കല്ലേറ്. ആ പരിശ്രമത്തിൽ വിശ്വാസി നേടുന്ന വിജയമാണ് യൗമുൻ നഹറിലെ ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ഒന്ന് ദേഹേച്ഛയ്ക്ക് മേൽ വിശ്വാസി നേടുന്ന വിജയത്തിന്റെ ആഘോഷമാണെങ്കിൽ മറ്റൊന്ന് പൈശാചികതയ്ക്ക് മേൽ നേടുന്ന വിജയത്തിന്റെ ആഘോഷമാണ്. അഥവാ രണ്ട് പെരുന്നാളുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയാഹ്ലാദങ്ങളും വിജയാഘോഷങ്ങളുമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ രണ്ട് വിജയാഘോഷങ്ങളിലും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതും ഉറക്കെ പ്രഖ്യാപിക്കുന്നതും പടച്ച റബ്ബിന്റെ മഹത്വമാണ്. ആ മഹത്വ പ്രഖ്യാപനമാണ് ഇന്നലെ ശവ്വാലമ്പളി പിറന്നത് മുതൽ ഈദാഘോഷങ്ങളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന തക്ബീറുകൾ എന്ന് നമുക്കറിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത് തക്ബീറിന്റെയും തഹ്ലീലിന്റെയും കൂടി ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ സമർപ്പണത്തിന്റെയും സമസൃഷ്ടി സ്നേഹത്തിന്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും ആഘോഷം കൂടിയാണ്. നമ്മുടെ പെരുന്നാൾ അലിവിന്റെയും ആർദ്രതയുടെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ വിനയത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഘോഷമാണ്. നമ്മുടെ പെരുന്നാൾ മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും മാനവിക മൂല്യങ്ങളുടെയും കൂടി ആഘോഷമാണ്. അതോടൊപ്പം നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാൾ ദിക്റിന്റെയും ശുക്റിന്റെയും ആഘോഷം കൂടിയാണ്. നമുക്കറിയാമല്ലോ, മാനവരാശിയുടെ മാർഗദർശനത്തിനു വേണ്ടി പ്രപഞ്ചനാഥൻ നൽകിയ പരിശുദ്ധ ഖുർആൻ, ആ അനുഗ്രഹത്തിന്റെ ആദ്യാക്ഷരങ്ങളുടെ അവതരണത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത അനുഗ്രഹീത റമദാൻ, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആ മാസത്തിന് ഒരിക്കൽ കൂടി ആ സാക്ഷ്യം വഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യവും ആയുസ്സും അനുവദിച്ചു തന്നപ്പോ റബ്ബിനോട് ശുക്ർ കാണിക്കാൻ നമ്മൾ ശുഷ്കാന്തി പുലർത്തിയ പകലിരവുകളാണ് കഴിഞ്ഞു പോയത്.
കഠിനമായ ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് നാഥിനു വേണ്ടി നമ്മൾ നോമ്പെടുത്തു. അങ്ങേയറ്റം ത്യാഗപൂർണമായ ഒരു പരിശീലനത്തിലായിരുന്നു റമദാനിൽ നമ്മൾ ഉണ്ടായിരുന്നത്. റമദാനിന്റെ പകലുകളിൽ അന്നപാനീയങ്ങളോടൊക്കെയും നമ്മൾ നോ പറയുകയായിരുന്നു. ഭോഗസുഖങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അന്നപാനീയങ്ങളും ലൈംഗിക വികാരങ്ങളും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒഴിച്ചു നിർത്തുന്നതിനാണ് പ്രത്യക്ഷത്തിൽ നോമ്പ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, അത് നോമ്പിന്റെ ശരീരം മാത്രമാണ്, അത് നോമ്പിന്റെ ജഡമാണ്. നോമ്പിന് ശരീരം മാത്രമല്ല, നോമ്പിന് ആത്മാവ് കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോമ്പിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അരുതായ്മകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക എന്നതാണ്. മ്ലേച്ഛമായതൊക്കെയും വേണ്ടെന്ന് വെക്കലാണ്. നിഷിദ്ധമായതിനോടൊക്കെയും നോ പറയലാണ്. അള്ളാഹു വിലക്കിയതൊക്കെയും വേണ്ടെന്ന് വെക്കലാണ്. ഇന്നലെ ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടതോടുകൂടി നോമ്പിന്റെ ജഡം അവസാനിച്ചിരിക്കുകയാണ്. അഥവാ ഇന്നലെ വരെ പകൽ നമുക്ക് അനുവദനീയമല്ലാതിരുന്ന അന്നപാനീയങ്ങളും ഭോഗസുഖങ്ങളും ഇന്നു മുതൽ നമുക്ക് അനുവദനീയമാണ്. എന്നാൽ പ്രത്യക്ഷത്തിലെ നോമ്പ് മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നോമ്പിന്റെ ആത്മാവ് അവസാനിച്ചിട്ടില്ല, അത് അവസാനിക്കുകയില്ല. നോമ്പിന്റെ ആത്മാവിന് മരണമില്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ഈ ഈദ് ദിനത്തിൽ ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അഥവാ അരുതായ്മകളിൽ നിന്നൊക്കെയും അകന്നു നിൽക്കുക എന്ന, പടച്ചവൻ വിലക്കിയതിൽ നിന്നൊക്കെയും വിട്ടു നിൽക്കുക എന്ന നോമ്പിന്റെ ആത്മാവിനെ നമ്മുടെ ശേഷിക്കുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശീലനമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ശരീരം അനുഷ്ഠിച്ച നോമ്പ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ നോമ്പ് വിലയിരുത്തപ്പെടുന്നത് റമദാനിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്ന് നോക്കിയല്ല. നമ്മുടെ നോമ്പ് വിലയിരുത്തപ്പെടുന്നത് റമദാനിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നോക്കിയല്ല. റമദാനിന്റെ അനുകൂലമായ അന്തരീക്ഷത്തിൽ അനേകം അമലുകൾ ചെയ്തിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. ധാരാളമായി നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പടച്ചവനുമായി നമ്മൾ കൂടുതൽ അടുത്തിട്ടുണ്ട്. റമദാനിൽ നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ദിക്റുകളും ദുആകളും ധാരാളമായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്തും ഖിറാഅത്തും ധാരാളമായി നമ്മൾ നടത്തിയിട്ടുണ്ട്. സക്കാത്തിന് പുറമെ സദക്കകളും നമ്മൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് വിജയമാണോ എന്ന് വിലയിരുത്തുന്നത് റമദാനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയല്ല, റമദാനിന് ശേഷം നമ്മൾ എങ്ങനെയെന്ന് നോക്കിയാണ്. നമ്മുടെ നോമ്പിന്റെ വിജയപരാജയങ്ങൾ വിലയിരുത്തേണ്ടത് റമദാനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയല്ല, റമദാനിന് ശേഷം നമ്മൾ എങ്ങനെയെന്ന് നോക്കിയാണ്. ശഅബാനിലും ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും മുഹറമിലും സഫറിലും ഒക്കെ നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിച്ചുകൊണ്ടാണ്. ശഅബാനിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ ശവ്വാലെങ്കിൽ മൻകാന ശവ്വാലുഹു ഖൈറൻ മിൻ ശഅബാനിഹി വഹുവ മർഹൂം. പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹീതരാണ്. നമ്മുടെ നോമ്പിൽ നമ്മൾ വിജയിച്ചവരാണ്. ശഅബാനിനേക്കാളും മെച്ചപ്പെട്ടതാണ് നമ്മുടെ ശവ്വാലെങ്കിൽ. നമ്മുടെ ശഅബാനും ശവ്വാലും ഒരുപോലെയാണെങ്കിൽ, അഥവാ ശഅബാനിലെ നമ്മളും ശവ്വാലിലെ നമ്മളും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിൽ റമദാൻ നമ്മളെ ഗുണപരമായി സ്വാധീനിച്ചിട്ടില്ല എന്ന് ദുഃഖത്തോടുകൂടി നമുക്ക് പറയേണ്ടി വരും. നമ്മൾ വിശപ്പ് സഹിച്ചതും ദാഹിച്ചു വലഞ്ഞതും വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇനി നമ്മൾ ആലോചിക്കണം, ശഅബാനിലേക്കാളും മോശമായ ഒരു ജീവിതത്തിലേക്കാണ് ശവ്വാലിൽ നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ അമ്പെ പരാജയപ്പെട്ടവർ മാത്രമല്ല, ശപിക്കപ്പെട്ടവരുമായിരിക്കുമെന്ന് നമ്മൾ ഭയപ്പെടണം. മൻകാന ശവ്വാലുഹു ശർറൻ മിൻ ശഅബാനിഹി വഹുവ മൽഊൻ. ഞാൻ പറഞ്ഞു വരുന്നത്, റമദാനിലെ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ നാമ്പുകൾ വളരുന്നില്ലെങ്കിൽ നോമ്പ് കേവലം ജഡം മാത്രമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മാസക്കാലത്തെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയ നമ്മൾ ഇനി ഒരിക്കലും ശഅബാനിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് ഈ ഈദുൽ ഫിത്ർ ദിനത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത, അള്ളാഹുമായി നമ്മൾ സ്ഥാപിച്ചെടുത്ത ആ ആത്മബന്ധമുണ്ടല്ലോ, അത് തുടർന്നുകൊണ്ടേ പോകേണ്ടതുണ്ട്. റൂഹ് പിരിയുന്ന നേരം വരെയും അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയണം. റമദാനിൽ നമ്മൾ പ്രകടിപ്പിച്ച ഇച്ഛാശക്തി ഉണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള, വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധതയുണ്ടല്ലോ, അത് നമ്മുടെയൊക്കെ മരണം വരെ നിലനിർത്താനുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ ഈ ഈദുൽ ഫിത്ർ ദിനത്തിൽ നമുക്കാകണം. നമ്മൾ നേടിയെടുത്ത ജീവിത വിശുദ്ധി നിലനിർത്തിക്കൊണ്ടാകണം നമ്മുടെ ഈദാഘോഷം എന്നുകൂടി നമ്മൾ അറിയണം. പടച്ചവന്റെ പരിധികൾ പാലിച്ചുകൊണ്ടാകണം നമ്മുടെ ഈദാഘോഷം. അരുതായ്മകളിലേക്ക് വഴുതി വീഴാത്തതായിരിക്കണം നമ്മുടെ ഈദാഘോഷം. അതോടൊപ്പം പടച്ചവനോടും പടപ്പുകളോടുമുള്ള കടപ്പാടുകൾ മറന്നുകൊണ്ടാകരുത് നമ്മുടെ ഈദാഘോഷം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷഹ്റു റമദാൻ നമുക്കറിയാമല്ലോ, ഷഹ്റുൽ മുവാസാത്ത് ആയിരുന്നു. എന്താണ് പ്രിയമുള്ളവരെ മുവാസാത്ത്? സഹാനുഭൂതി എന്നാണ് നമ്മൾ മുവാസാത്തിനെ കുറിച്ച് പറയാറുള്ളത്. ഇംഗ്ലീഷിൽ അതിന് പ്രയോഗിക്കാവുന്ന സമാനമായ ഒരു പദം എംപതി എന്നാണ്, സിമ്പതി എന്നല്ല. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി നമുക്ക് അനുഭവപ്പെടുക. ആ വേദന എങ്ങനെ മറ്റുള്ളവരെ അലട്ടുന്നുണ്ടോ അതുപോലെ നമ്മളെയും അലട്ടുക. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടോ അതുപോലെ ആ പ്രയാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമ്മളും പരിശ്രമിക്കുക. അതിനാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. ഈ മുവാസാത്ത് റമദാനിന്റെ ഒരു പാഠമാണ്. ഈ മുവാസാത്ത് പെരുന്നാളിലേക്ക് വിശ്വാസികൾക്ക് പകർന്നു തരുന്ന റമദാനിന്റെ പാഠം കൂടിയാണ്.
അതുകൊണ്ടാണല്ലോ റമദാൻ അവസാനിക്കുന്നതോടുകൂടി തന്നെ സമൂഹത്തിലെ ദുർബലിലേക്ക് അവർക്കുള്ള അന്നവുമായി നമ്മൾ ഇറങ്ങണമെന്ന് പടച്ചറപ്പ് നമ്മോട് ആവശ്യപ്പെട്ടത്. റമദാനിന് ശേഷവും ഈ മുവാസാത്തിലാണ് നമ്മൾ ജീവിക്കുക എന്ന് പ്രായോഗികമായി പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഫിത്ർ സക്കാത്തിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ലോകം അനുഭവിക്കേണ്ടതും ഈ മുവാസാത്തിന്റെ മനോഹാരിതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മുവാസാത്തിന്റെ അലിവും ആർദ്രതയുമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് നമ്മിൽ നിന്നും അനുഭവിക്കുവാനുള്ള അവസരമുണ്ടാകേണ്ടത്. ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന മുവാസാത്തിന്റെ കാരുണ്യ സ്പർശത്തെ മറയിട്ട് മൂടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ലേബലുകൾ ഇസ്ലാമിന്റെയും വിശ്വാസികളുടെയും മേൽ വെച്ചുകെട്ടുന്ന കാലത്ത് അത്തരം മറകളെ ഭേദിക്കാൻ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ, ആ മതിൽക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും ഒക്കെ മഹാപ്രളയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന് തണൽ വിരിക്കുവാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഈ പെരുന്നാളിന്റെ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ റമദാനിലൂടെ വലിയ കരുത്ത് നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജഡികേച്ഛയെ, ശാരീരികമായ മോഹങ്ങളെ കീഴ്പ്പെടുത്താനുള്ള കരുത്തായിരുന്നു. ഈ കരുത്താണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കരുത്താണ് നമ്മുടെ പാതയം എന്ന് പറയുന്നത്. ഈ കരുത്തുമായിട്ടാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. റമദാൻ ഒരിക്കലും ദൗർബല്യങ്ങളുടെ മാസമായിരുന്നില്ല. റമദാൻ ഒരിക്കലും നിഷ്ക്രിയത്വത്തിന്റെ മാസമായിരുന്നില്ല. റമദാൻ ഒരിക്കലും ആലസ്യത്തിന്റെ മാസവുമായിരുന്നില്ല. മറിച്ച് റമദാൻ ക്രിയാത്മകതയുടെ മാസമായിരുന്നു, പരിശ്രമങ്ങളുടെയും ഉത്സാഹത്തിന്റെയും മാസമായിരുന്നു. നമുക്കറിയാമല്ലോ, യുദ്ധം നിരോധിക്കപ്പെട്ട മാസമായിരുന്നിട്ടില്ല റമദാൻ. യുദ്ധം അനുവദിക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട മാസമായിരുന്നു റമദാൻ. എന്നല്ല, ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയങ്ങളുടെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആ വിജയങ്ങൾ റമദാനിൽ ക്രമീകരിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഹിജ്റ 2-ാം വർഷത്തെ റമദാനിലാണല്ലോ ബദറിൽ ഇന്നും ചരിത്രകാരന്മാർക്ക് വിസ്മയമായി അവശേഷിക്കുന്ന ഐതിഹാസികമായ വിജയം വിശ്വാസികൾ നേടിയെടുത്തത്. ഹിജ്റ 8-ാം വർഷം റമദാനിലാണ് ഫത്ഹ് മക്ക സംഭവിക്കുന്നത്. ഒരു തുള്ളി രക്തം പോലും ഒഴുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കുന്നത്. മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു തുറസ് കിട്ടിയ വിജയമായിരുന്നല്ലോ മക്ക വിജയം. ചക്രവാളങ്ങളിൽ ഇസ്ലാമിന്റെ വിജയം വിളംബരം ചെയ്തതായിരുന്നു മക്ക വിജയം. ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾക്ക് കടന്നു വരാനുള്ള വാതിൽ തുറന്ന വിജയമായിരുന്നു മക്ക വിജയം. ആ മക്ക വിജയം സംഭവിച്ചത് ഹിജ്റ വർഷം 8-ാം വർഷം റമദാനിലായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്വത്തിനെതിരിൽ ഖാദിസിയ യുദ്ധത്തിൽ ഇസ്ലാമിക സമൂഹം വിജയക്കൊടി പാറിച്ചത് ഹിജ്റ 14-ാം വർഷത്തെ റമദാനിലായിരുന്നു. സ്പെയിൻ ഇസ്ലാമിക സമൂഹം ജയിച്ചടക്കിക്കൊണ്ട് അവിടുത്തെ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് വിമോചനത്തിന്റെ വഴി തുറന്നുകൊടുത്ത് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തിയതും ഒരു റമദാനിലായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിക സമൂഹം ജയിച്ചടക്കുന്നതും റമദാനിലായിരുന്നു. കാലം കടന്നുപോയപ്പോൾ നമ്മൾ കാണുന്നത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഈ ഉമ്മത്തിന്റെ ആദ്യ ഖിബലയെ സ്ഥിതി ചെയ്യുന്ന ഫലസ്തീൻ മണ്ണിലേക്ക് കടന്നു വന്ന് ശത്രുക്കളിൽ നിന്നും മസ്ജിദിലൊക്കെ സമോദിപ്പിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിന്റെ വിജയക്കൊടി പാറിച്ചതും പ്രിയമുള്ളവരെ റമദാനിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1973 അറബ് ലോകവും ഇസ്രായേലും തമ്മിലുണ്ടായ യുദ്ധത്തിൽ സൂയസ് കനാൽ പിടിച്ചെടുത്തതും റമദാനിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, റമദാൻ ഒരിക്കലും ആലസ്യത്തിന്റെ മാസമായിരുന്നിട്ടില്ല, മറിച്ച് കർമ്മനൈരന്തര്യത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും മാസമായിരുന്നു വിശ്വാസികൾക്ക് റമദാൻ എന്നാണ്. അഥവാ റമദാനെ കേവലം ജഡമാക്കി മാറ്റുവാൻ പടച്ചവൻ സമ്മതിക്കുന്നില്ല എന്നതാണ്. റമദാനിന്റെ ആ പോരാട്ട വീര്യത്തെ പടച്ചറബ് ഇന്നും പച്ച പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. നമ്മുടെ മുമ്പിൽ ഫലസ്തീനുണ്ട്, ഗസയുടെ സഹോദരങ്ങളുണ്ട്. തികച്ചും അന്യായമായി അറബ് ലോകത്തിന്റെ മാറു പിളർത്തി പടച്ചുണ്ടാക്കിയ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പൈശാചിക രാഷ്ട്രം ഒരു നൂറ്റാണ്ട് ഗൂഢാലോചന നടത്തിയതിനു ശേഷം അറബികളുടെ നെഞ്ചു പിളർത്തിക്കൊണ്ട് അറബ് ലോകത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ജാരസന്തതി അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ പരിപൂർണ പിന്തുണയോടുകൂടി അന്ന് മുതൽ ഫലസ്തീൻ എന്ന് പറയുന്ന നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ മണ്ണിൽ ഇന്നും ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി നെഞ്ചു വിരിച്ച് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മേൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 1.5 വർഷമായി പേമാരി വർഷിക്കുന്നത് പോലെ ബോംബുകളും റോക്കറ്റുകളും വർഷിച്ചുകൊണ്ടിരുന്നിട്ടും അവരുടെ പോരാട്ട വീര്യത്തെ തകർക്കാനോ തളർത്താനോ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഇന്ന് ലോകത്തിന് തന്നെ അമ്പരപ്പും ആശ്ചര്യവുമായി മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, 40 കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശത്ത് 20 ലക്ഷത്തോളം മനുഷ്യർക്ക് മേൽ 70,000 ടൺ ബോംബുകളാണ് 472 ദിവസങ്ങൾ കൊണ്ട് സാമ്രാജ്യത്വവും സൈനിസവും കൂടി പ്രയോഗിച്ചത് നമ്മൾ അറിയുമ്പോൾ, അത് 2-ാം ലോക ഭീകര യുദ്ധത്തിൽ ഹിറ്റ്ലർ സഖ്യകക്ഷികൾക്കെതിരിലും ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ തിരിച്ചും വർഷിച്ച ബോംബുകളുടെ ഇരട്ടിയിലധികം വരുമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ജനതയുടെ അതിജീവന ശേഷിയുടെ ആഴവും പരപ്പും എത്രമാത്രമാണെന്ന് ലോകം അത്ഭുതപ്പെടുകയാണ്. 48 മണിക്കൂറിനകം ഗസയെ മരുപ്പറമ്പാക്കുമെന്ന്, ഈ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് വീമ്പിളക്കിയവർക്ക് 472 ദിവസം പിന്നിടുമ്പോ അതേ ഹമാസിന്റെ പ്രതിനിധികളുമായി ചർച്ചയ്ക്കിരിക്കുന്ന വെടിനിർത്തൽ കരാറിലെത്തുമ്പോ തുരങ്കങ്ങളിൽ നിന്നും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
തുരങ്കങ്ങളിൽ നിന്നും തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഹമാസിന്റെ പോരാളികൾ ബന്ദികളെയും കൊണ്ട് പുറത്തു വരുമ്പോ ആ ബന്ദികൾ ഹമാസിന്റെ പോരാളികൾക്ക് മുത്തം നൽകി സന്തോഷത്തോടുകൂടി യാത്രയാകുന്നു കാണുമ്പോ പ്രിയമുള്ളവരെ, ലോകം ഒരിക്കൽ കൂടി ഇസ്ലാം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് ഇസ്ലാം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട 2 സംഭവങ്ങൾ ലോകത്ത് നമ്മൾ കാണുകയുണ്ടായി. അതൊന്ന് ന്യൂസിലാൻഡിൽ നിന്നായിരുന്നു. പള്ളിയിലുണ്ടായ സ്ഫോടനത്തിന് ശേഷം പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ വിളിച്ചു ചേർത്ത പാർലമെന്റ് ആരംഭിക്കുമ്പോൾ മുഴങ്ങിക്കേട്ട ഖുർആൻ ആയത്തുകൾ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. വിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിവിധതരം പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള പടച്ചറപ്പിന്റെ വചനങ്ങൾ ലോകത്തിന് മുന്നിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വാതിൽ തുറന്നിട്ട സംഭവമായിരുന്നുവെങ്കിൽ പിന്നീട് ലോകം ഇസ്ലാമിനെ മനോഹരമായി കേട്ടതും കണ്ടതും ഖത്തറിൽ ലോകകപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ നിന്നായിരുന്നു. ലോകം അനുഭവിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള വിവേചനം ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ അവസാനിക്കാനുള്ള വഴി അന്വേഷിക്കുന്ന അമേരിക്കൻ ബോളിവുഡ് നടൻ മോർഗൻ ഫ്രീമാന്റെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അരക്ക് താഴെ തളർന്ന 20 വയസ്സുകാരൻ ഖാനിമുൽ മുഫ്ത ഓതിക്കേൾപ്പിച്ച മനുഷ്യ സമത്വത്തെയും മനുഷ്യ മഹത്വത്തിന്റെ മാനദണ്ഡത്തെയും വിളംബരം ചെയ്യുന്ന സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പ്രിയമുള്ളവരെ, അതിനുശേഷം ലോകത്തിന്റെ ശ്രദ്ധ ഇത്രമേൽ ഇസ്ലാമിലേക്ക് തിരിയുന്നത് 2023 ഒക്ടോബർ 7-ന് സംഭവിച്ച തൂഫാനുൽ അഖ്സക്ക് ശേഷമാണ്. 60,000-ൽ പരം ശുഹദാക്കളെ പടച്ചവനവന്റെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കുമ്പോ അതിലും എത്രയോ ആളുകൾക്ക് കലിമത്തു ഷഹാദത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ആ സംഭവം നടക്കുന്നത്. ആ ജനതയുടെ അതിജീവന ശേഷിയുടെ പിന്നിലുള്ള കരുത്തിനെ കുറിച്ച് പഠിച്ച പലരും പിന്നീട് ഷഹാദത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞ പ്രവാചകന്റെ കാലം മുതൽ തുടർന്നു വരുന്ന കരാർ ലംഘനം, പ്രവാചകന്റെ കാലം മുതൽ ജൂതപിശാചികൾ തുടർന്നു വരുന്ന കരാർ ലംഘനം ഇന്നും ആവർത്തിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ റമദാനിന്റെ പവിത്ര നാളുകളിൽ വീണ്ടും ഗസയിൽ ബോംബ് മഴ വർഷിച്ചപ്പോ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ വജ്രായുധമായ കണ്ടമിടറിയും കണ്ണു നിറഞ്ഞും കൽബ് നിറഞ്ഞുമുള്ള പ്രാർത്ഥനകൾ ഖുദ്സിന്റെ മക്കൾക്ക് വേണ്ടി പടച്ചവനിലേക്ക് ഉയരുന്നതിനാണ് ഇക്കഴിഞ്ഞ റമദാൻ സാക്ഷ്യം വഹിച്ചതെങ്കിൽ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന മുഅ്മിനിന്റെ മൂർച്ചയുള്ള ആയുധമാണെന്ന് പഠിപ്പിച്ചത് ഹബീബായ റസൂലാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കരുത്തുറ്റ ആയുധത്തിന്റെ ബലത്തിനു മുന്നിൽ ട്രംപിനും നെതന്യാഹിനും വീണ്ടും പരാജയത്തിന്റെ കയ്പുനൂര് കുടിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാനും നിങ്ങളും ഉറച്ചു വിശ്വസിക്കേണ്ടത്. ഷഹാദത്ത് വരിക്കുന്ന മക്കളുടെ എണ്ണപ്പെരുപ്പത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനതയെ നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് അഭിമാനിക്കാറുള്ളത് അവർ UK-യിലാണ് പഠിക്കുന്നത്, ഒരാൾ ന്യൂസിലാൻഡിലാണ്, ഒരു ജർമ്മനിയിൽ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നത്. ഇത് ഷഹാദത്ത് വരിക്കുന്ന മക്കളുടെ എണ്ണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത, ഖുദ്സിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തുടർച്ചകളെ നിലനിർത്താനുള്ള നിയ്യത്തോടുകൂടി ഗർഭം ധരിക്കുന്ന ഉമ്മമാർ, അങ്ങനെയുള്ള ഒരു ജനതയെ കൊന്നു തീർക്കാമെന്നത് പ്രിയമുള്ളവരെ വ്യാമോഹം മാത്രമാണെന്ന് കാലം ഇനിയും തെളിച്ചുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഫലസ്തീനികളുടേത് മാത്രമാകുന്ന ഒരു പ്രഭാതത്തിനു വേണ്ടിയാണ് അവർ പൊരുതുന്നത് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ, ഹബീബായ റസൂൽ, അന്ത്യപ്രവാചകനും അനുയായികളും ഒക്കെ ആദ്യമായി അഭിമുഖീകരിച്ച മസ്ജിദുൽ അഖ്സയിൽ ജൂത പിശാചുക്കളുടെ ഔദാര്യമില്ലാതെ സുജൂദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ പൊരുതുന്നത്, അവർ ഷഹാദത്ത് വരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോക മുസ്ലിം സമൂഹം മാത്രമല്ല, നീതിബോധമുള്ള സകലരും അവരോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. ഈ ഈദുൽ ഫിത്തർ ദിനത്തിൽ നമ്മളും ആ വിശ്വാസി സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അതിജീവന പോരാട്ടത്തെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ജന്മനാട്ടിൽ അഭിമാനത്തോടും അന്തസ്സോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാൻ ഫലസ്തീനിലെയും ഗസയിലെയും നമ്മുടെ സഹോദരങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലും ഇസ്ലാമിക സമൂഹം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് നന്മ മരങ്ങളുടെ കടക്കൽ കത്തിവെക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ ഒന്ന് മാത്രമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും. ജന്തർ മന്ദറിൽ അതിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ബീഹാറിലെ പറ്റ്നയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു റാലി നടന്നു കഴിഞ്ഞു. രാജ്യത്തെ പ്രബലമായ ന്യൂനപക്ഷത്തെ പാർശ്വവൽക്കരിക്കാനുള്ള അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ആരാധനാ സ്വാതന്ത്ര്യമൊക്കെ റദ്ദു ചെയ്യുവാനുള്ള സംഘ് പരിവാറിന്റെ സകല കുതന്ത്രങ്ങളെയും സാധ്യമാകുന്ന സകല ശ്രമങ്ങളിലെയും അതിജീവിക്കുവാനുള്ള കരുത്തും ശേഷിയും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനും ഉമ്മത്തിന്റെ നേതൃത്വത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അത്യന്തം അപകടപ്പെടുത്തുന്ന
അതുപോലെ തന്നെ കൊച്ചു കേരളം നമ്മുടെ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു കാര്യമാണ്. സ്വതന്ത്രമായ ആശയ പ്രചരണ സംവിധാനങ്ങളോട് വരെ അസഹിഷ്ണുത പുലർത്തുന്ന സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെയും കേരളീയ സമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ദുരന്തങ്ങളെ കുറിച്ച് നമുക്കറിയാം. ലഹരി ഒരുപാട് ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് റമദാനിൽ നമുക്ക് കേൾക്കേണ്ടി വന്നത്. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അത്യന്തം അപകടപ്പെടുത്തുന്ന, വ്യക്തികളെ മാത്രമല്ല കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ലഹരിക്കെതിരുള്ള പോരാട്ടത്തിൽ നമ്മളും പങ്കുചേരുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ ഈദ്ഗാഹിൽ നമ്മൾ തിരിഞ്ഞു പോകേണ്ടത് എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം ലഹരികളോടും, മദ്യമായാലും മയക്കുമരുന്നായാലും സകല ലഹരി വസ്തുക്കളോടും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഒരു ആദർശമാണ് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ എന്ന നിലക്ക് സകല തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ എന്ന നിലക്ക് ഈ ലഹരി എന്ന പൈശാചികതക്കെതിരെ രംഗത്തിറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിശ്വാസപരമായ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ലഹരി പിശാചിന്റെ ഷർറിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത തെറ്റെന്തെന്നറിയാതെ അനന്തമായ വിചാരണ നീണ്ടുപോയിക്കൊണ്ട് ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നീതി ലഭ്യമാക്കുകയും അവരുടെ വിമോചനം എളുപ്പത്തിൽ സാധ്യമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ലഹരി എന്ന വിപത്തിനെതിരിൽ നമ്മുടെ കാവലും കരുതലും ജാഗ്രതയും ഉള്ളതോടൊപ്പം വരും തലമുറയെ കൂടി മാരകമായ വിപത്തിൽ നിന്നും സംരക്ഷിക്കാൻ പടച്ചവന്റെ കാവലും സംരക്ഷണവും വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ലിബറലിസത്തിന്റെ കെട്ടകാലത്ത് പടച്ചവനെ, ഈ ലഹരിയുടെ വ്യാപനകാലത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരി ഉൾപ്പെടെയുള്ള സകല പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട് അനുഭവിക്കുന്ന ലഹരിയുടെ ദുരന്തത്തിൽ നിന്നും നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കണേ അല്ലാഹ്. ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കുവാനും ധ്രുവീകരണങ്ങൾ സൃഷ്ടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും പടച്ചവനെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. പ്രിയപ്പെട്ട പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് അമലുകളുമായിട്ടാണ് ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ രോഗികളായ മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. കരുണാവാരിധിയായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും രോഗികളായ എല്ലാവർക്കും അല്ലാഹുവേ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരുമായി പലരും നിന്നിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അല്ലാഹു അർഹമുർ റഹീമിനായ റബ്ബേ, അവർക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, റയ്യാനിന്റെ കവാടത്തിലൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ എല്ലാവർക്കും പടച്ചവനെ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم. اللهم انصر إخواننا فلسطين. اللهم انصر إخواننا في فلسطين. اللهم دمر أعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنباء رحمتك يا أرحم الراحمين.